ഹലോ ഫ്രണ്ട്സ്, ഇത് സൺഡേ എടുത്ത വ്ളോഗാണ്. പക്ഷേ എനിക്ക് അന്നിടാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ ഇടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ സൺഡേ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട്, അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡ്, മോള്, എൻ്റെ ബ്രദറ്, വൈഫ് എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ അരുവിക്കര ഡാം കാണാൻ പോയി. അപ്പം അതെന്ന് പറയുമ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം പോയതാണ്. നല്ല വ്യൂ ആയിരുന്നു. കാരണം നമ്മൾ വെയിലൊക്കെ താന്ന് അത്യാവശ്യം നല്ലൊരു വെയിലൊക്കെ അണയാറായ സമയത്താണ് പോയത്. ഒരു 3 മണി ആ സമയത്താണ് പോയത്. അപ്പോൾ വെയിലില്ല, അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല വ്യൂ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അധികം ചൂടില്ല. ഇപ്പോൾ വെയിലത്തൊക്കെ പോയി കഴിഞ്ഞ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പം ഞങ്ങൾ അവിടെ ഒരു നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് അരിയും പൂ ഇടേണ്ട ഒരിതുണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേരും ഇട്ട്. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത്, അവരിടുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഞാനും മോളും കൂടി ദൂരോട്ട് നിന്ന്. എനിക്ക് പൊതുവെ ഈ കടലും കായലും ഡാമൊക്കെ പേടിയാണ്. ഈ വെള്ളം കാണുമ്പം പേടിയാണ്. അതുകൊണ്ട് ഞാൻ മോളെ വെച്ചുകൊണ്ട് അടുത്തൊന്നും പോയി നിന്നില്ല, ദൂരോട്ട് നിന്ന്. കാരണം എൻ്റെ മോളാണെങ്കിൽ അത്യാവശ്യം വികൃതിയുള്ള കൂട്ടത്തിലാണ്. ഈ കൈയും കാലും ഒന്ന് വെച്ച് മര്യാദയ്ക്ക് ഇരിക്കില്ല. അപ്പം നമ്മളെ സേഫ്റ്റിയും അതിനൊക്കെയായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങളെ സേഫ്റ്റി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ മാക്സിമം കൊച്ചു കുട്ടികളെ വെള്ളത്തിനടുത്തോട്ട് കൊണ്ടുപോകാതിരിക്കുക. അതാണ് നമ്മളെ സേഫ്. അങ്ങനെ എൻ്റെ ചേട്ടനാണെങ്കിൽ വെള്ളത്തിൽ അരിയും പൂവൊക്കെ ഇട്ട് കൊടുത്തു. കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. കാല് നനയ്ക്കാനൊക്കെ വിളിച്ച് ഞാൻ പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹിഡൻ സ്പോട്ട് കണ്ടു. വാവ്, ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഇത് അനന്തഭദ്ര സിനിമയിൽ ഏകദേശം ഇതുപോലത്തെ ഒരു ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞുമല ബോയ്സിൽ ഇതുപോലത്തെ ലൊക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് ആ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നി. അപ്പം ഞങ്ങൾ പോയപ്പോഴത്തേക്ക് പറയുകയും ചെയ്ത്, നാളെ ഈ വീഡിയോ ഇടുമ്പോൾ ഇന്ന പാട്ടിടണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമാശയൊക്കെ പറഞ്ഞാണ് പോയത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പേടിക്കാൻ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കണ്ട്. അത് പക്ഷേ എൻ്റെ ഈ വീഡിയോയിലില്ല. ഈ വലിയ ഒരിനം അട്ടയുണ്ട്, ഈ കറുത്ത അട്ട. അതിന് പറയുന്നത് പെരിക്കാലട്ട എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണത്. അങ്ങനെ അതിനെയൊക്കെ കണ്ട് എനിക്കാണെങ്കിൽ അതിന് ഭയങ്കര പേടിയാണ്. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് ഒരുപാട് എണ്ണത്തിനെ കണ്ട്. അങ്ങനെ ഞാൻ പേടിച്ചാണ് വീഡിയോ എടുത്തെടുത്ത് പോണത്. അങ്ങനെ നല്ല നല്ല സൂപ്പറാണ്. നല്ല തണുപ്പും പിന്നെ ഈ പാറയുടെ ഇടയിൽ കൂടെ നല്ല ശുദ്ധമായിട്ട് വെള്ളമൊക്കെ ഒഴുകി വരുന്ന ഒരു സ്ഥലം. അത് കഴിഞ്ഞിട്ട് നേരെ ചെല്ലുന്ന വ്യൂ ആണ് ഇത്. കുറച്ച് നടക്കാറുണ്ട്. അത് ചെല്ലുമ്പോൾ ഈ വ്യൂ ആണ് കാണുന്നത്, ഒരു കടവ് പോലെ. പിന്നെ ഈ കല്ലിട്ടിരിക്കുന്ന സൈഡ് വരെയാണ് കുളിക്കടവ്. അത് കഴിഞ്ഞാൽ നല്ല ആഴമുള്ള സ്ഥലമുണ്ട്, അതിനങ്ങോട്ട് പോകാൻ പാടില്ല. അങ്ങനെ നല്ലൊരു വ്യൂ ആയിരുന്നു. ഈവനിങ് ഒക്കെ ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് ഏകദേശം 3 ഷട്ടർ എന്തോ ഓപ്പൺ ആയിരുന്നു. ഒരു ഷട്ടർ ഹാഫായിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ വല്ലപ്പോഴൊക്കെയല്ലേ പോകണം. പിന്നെ അടുത്ത് നമ്മൾ പോയത് കുട്ടികളുടെ പാർക്കിലാണ്. അവിടെയാണെങ്കിൽ അത്യാവശ്യം ഉണ്ട്, കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ, അധികവും ഡാമേജാണ്. പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് താഴോട്ട് പോകുമ്പോഴാണ് ഈ വ്യൂ കാണുന്നത്. ഏകദേശം 4-ാമത്തെ 5-ാമത്തെ ഷട്ടർ തുറന്നിട്ടില്ല. നല്ല അടിയൊക്കെ ഒഴുക്കുള്ള സ്ഥലമാണ്. നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ മാക്സിമം സേഫ്റ്റി ആണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സേഫായിട്ട് ഇരിക്കണം. പിന്നെ അതിൻ്റെ അടുത്ത് കണ്ടൊരു വ്യൂ ആണ് സൂപ്പർ. ഒരുപാട് മഞ്ഞ കളർ പൂക്കൾ ഞങ്ങൾ കണ്ട്. അപ്പം ഞാനും വീഡിയോ എടുത്ത്, എൻ്റെ ചേട്ടത്തെയും വീഡിയോ എടുത്ത്. അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കുറച്ച് കോമഡി വീഡിയോകളൊക്കെ എടുത്ത്. അയ്യോ, അതൊക്കെ ഒരു മെമ്മറബിളാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റും കൂടെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. തിരിച്ച് ഞങ്ങൾ കുറച്ച് ഈ ഡാമിൻ്റെ അപ്പുറക്കരയിൽ പോയപ്പോഴത്തേക്ക് കണ്ടതാണ് ഈ ഫ്ലവർ. ഇത് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ മേളിലോട്ട് കയറിയപ്പോൾ ഒരു അങ്കിള് ഇതേപോലെ വിൽക്കാൻ കൊണ്ടുവച്ചിരിക്കണം. അപ്പോൾ അത് ഞാൻ ചേട്ടനും വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് കഴിച്ച് മുളകൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എൻ്റെ ചേട്ടൻ തന്ന്. സൂപ്പർ ടേസ്റ്റാണ്. അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. അപ്പം ഈ എരിവും പുളിയും കൂടെ വീണപ്പം
എരിവും പുളിയും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറച്ച് പൊരിയും പുളിമുട്ടായിയൊക്കെ വാങ്ങിച്ചു. അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള വഴിയാണ്. അത്യാവശ്യം 1.5 മണിക്കൂർ ദൂരമുണ്ട് കായൽ ഡാമിൽ നിന്ന് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. നമ്മൾ പോണ വഴിക്ക് ഒരു പള്ളിയിൽ പെരുന്നാളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പള്ളിയിലെ അലങ്കാരങ്ങൾ, ആംബിയൻസും ഒക്കെ സൂപ്പറായിരുന്നു. ഏകദേശം എൻ്റെ വീടിനടുത്തുള്ള ഒരു പള്ളിയിൽ ആ ഒരു സാമ്യമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പോയ വഴിക്ക് അതിൻ്റെ വീഡിയോ എടുത്ത് വഴിയോര കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഇറങ്ങിയില്ല. തിരിച്ച് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഒരുപാട് ദൂരമുണ്ട്. എന്നാലും നമ്മൾ യാത്ര ചെയ്തതിൻ്റെ നടന്നതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട്. എങ്കിലും നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ അതൊരു പ്രത്യേക ഹാപ്പിനെസ്സാണ്. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെയാണ് കാട്ടാക്കട ജംഗ്ഷനിലെ മേള നടക്കുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് കേട്ടാൽ കുറച്ചൊക്കെ ഈ പഴയ കാല മുട്ടായികൾ, പിന്നെ ഈ ഇയറിങ്സിൻ്റെ കളക്ഷൻസ്, മാല, വള, കമ്മൽ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, കൊച്ചുകുട്ടികളുടെ ടോയ്സ്, അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്, പിന്നെ ബുക്കുകൾ, വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ബുക്കുകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി. ഇതൊന്നും വാങ്ങിച്ചില്ല, കാരണം വേണ്ടെന്ന് തോന്നിയോണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന്. അപ്പം ഇത് പറഞ്ഞ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ കാട്ടാക്കട ജംഗ്ഷനിലാണ്. പോകാൻ താല്പര്യമുള്ളവർ പോവുക. പക്ഷേ അധികം കളക്ഷൻസ് ഒന്നും ഇല്ല. ചുമ്മാ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങാം. ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് പാഴ്സൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചാണ് കഴിച്ചത്. പിന്നെ വേറെ യാത്രയൊന്നുമില്ല, നേരെ വീട്ടിലോട്ട് പോയത് തന്നെ. എന്തായാലും അടിപൊളി യാത്രയായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.